സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചിട്ട് 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. പക്ഷെ യേശു അവരെ സൗഖ്യമാക്കി എന്ന് പറയുന്നത്. അപ്പം നമ്മളെടുക്കെ ഒരു കുഷ്ഠരോഗി വന്നു കഴിഞ്ഞാൽ സ്തോത്രം, നമ്മൾ അവൻ്റെ കുഷ്ഠത്തെ മാത്രം ശ്രദ്ധിക്കും. അവൻ്റെ അടുക്കെ സംസാരിക്കാനായിട്ട് ഉള്ളൊരു ഇത് മൂക്കിൽ എന്തോ മാസ്കൊക്കെ വെച്ചിട്ട് സംസാരിക്കും. തെറ്റൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ യേശു ഒരു മാസ്കും വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. യേശു അവനെ നോക്കിയത് കുഷ്ഠരോഗിയായിട്ടല്ല, അവനൊരു മനുഷ്യനായിട്ടാണ്. നീ സുവിശേഷം പറയാനായിട്ട് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്തോത്രം, നീ ഒരു മനുഷ്യനായിട്ട് തന്നെ കാണണം. അവൻ്റെ കുറ്റം, കുറവ്, കാര്യങ്ങൾ, ഇതൊന്നും നീ ആലോചിക്കാൻ നിൽക്കരുത്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ 40 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യേശു ഒരു വീട്ടിൽ വരുന്നുണ്ട്. ഷീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ വരുന്നുണ്ട്. യേശു അവിടെ ഇരിക്കുമ്പോൾ തൈലവുമായിട്ടൊരു സ്ത്രീ വരുന്നുണ്ട്, ഒരു പാവിനിയായ സ്ത്രീ. ഈ യേശു ആ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഷീമോൻ ഉള്ളുകൊണ്ട് പറയാണ്, യേശുവിൻ്റെ കാൽക്കൽ തൊട്ടിരിക്കുന്ന ഈ സ്ത്രീ ആരാണെന്ന് ഇവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. കണ്ട, ഒരു പ്രവാചകനാണോ എന്ന് ഒരു ഉള്ളിൽ സംശയം. സ്തോത്രം. ഞാൻ പറഞ്ഞുകൊണ്ട് സാരം മനസ്സിലാവുന്നുണ്ടോ? നിൻ്റെ വീട്ടിൽ നിനക്ക് ഇഷ്ടപ്പെട്ടവർ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നിനക്ക് ഭയങ്കര സന്തോഷം. ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ നിനക്കൊരു സന്തോഷം. ഇപ്പോൾ സത്യം പറഞ്ഞ് ദൈവവചനത്തിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ എൻ്റെ മോനൊരു വിഷയമുണ്ട്, എനിക്ക് മോളാണുള്ളത്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ മോൾ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അതാണ്, ഇതാണെന്ന് പറയുമ്പോൾ എൻ്റെ ദേഷ്യവും എൻ്റെ ഭാരവും ഞാൻ എൻ്റെ കൂട്ടുകാരനെ അടിച്ചേൽപ്പിച്ചു. ആ കൂട്ടുകാരൻ എൻ്റെ മോളെ ഇങ്ങോട്ട് വാ, മാറിയില്ലേ, നീ എന്തോ കാണിക്കണമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഞാൻ തന്നെ പറയാണ്, പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നുമില്ല, ഇവൾക്ക് ഇങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ മോൾക്ക് എൻ്റെ കൂട്ടുകാരനോട് ദേഷ്യം വരും, ഇല്ലെങ്കിൽ എന്നോട് ദേഷ്യം വരും. എന്നിട്ട് ഞാൻ അവിടെ നല്ല പിള്ളയായി ചമയും. ഇതുപോലെ എത്ര സന്ദർഭങ്ങളിൽ നമ്മൾ പോയെന്ന് ചിന്തിക്കും. എത്രയോ പേരുടെ കോപവും വെറിയും വൈരാഗ്യവും നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ അവരെ ഉപദേശിക്കുമ്പോൾ ആ അടിച്ചേൽപ്പിച്ച വ്യക്തികൾ നല്ല മൈൻഡോടെ നിന്നിട്ട് നമ്മളെ ചീത്ത മൈൻഡോടെ ആക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്തോത്രം. കാരണം നല്ല മനസ്സുള്ളവനെ സുവിശേഷം പറയാൻ പറ്റൂ, നല്ല ചിന്തയുള്ളവനെ സുവിശേഷം പറയാൻ പറ്റൂ. കാരണം ഭാരമുള്ളവനെ യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. വെളിപ്പാട് 4 വായിക്കണം നിങ്ങൾ. സ്വർഗത്തിൽ സ്തോത്രം, യോഹന്നാന് വെളിപ്പാട് ഒരു വാതിൽ തുറന്നു കിട്ടി. വെളിപ്പാട്. നമുക്ക് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടെങ്കിലേ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ. യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാടും വചനത്തെക്കുറിച്ചുള്ള വെളിപ്പാടും ഭാരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ സംസാരിക്കുന്നത് എല്ലാ പാസ്റ്റർമാർക്കും എല്ലാ വിശ്വാസികൾക്കും അത് വേറെയായി തോന്നി ചിന്തിച്ച് കൂട്ടി വേറെ സംസാരിക്കുക. നമ്മൾ ആരുണ്ട് നല്ലവർ? ഒരുത്തരുമില്ല, യേശു അല്ലാണ്ട്. പക്ഷെ ഒരേ തെറ്റ് എപ്പോഴും ചെയ്തിട്ട് മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാവും, ഇല്ലേ? കാരണം നമ്മൾ പാവികളായിരുന്നപ്പോൾ തന്നെയാണ് യേശു നമ്മളെ വിടിവിച്ചതും യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. വീണ്ടും നമ്മൾ അതേ പാപം ചെയ്തും വീണ്ടും നമ്മൾ വീണു വീണിച്ചും അത് പറഞ്ഞു തിരുത്തി കൊടുക്കുമ്പോഴാണ് ജനം പറയുന്നത് ഇവനെ പ്രസംഗിക്കാൻ വിളിക്കരുത്, ഇവ എല്ലാവരും ഡി അത് ഇത് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. സ്നേഹം കൊണ്ട് പറഞ്ഞാലും മനസ്സിലാവത്തില്ല ആൾക്കാർക്ക്. ഹല്ലേലൂയ. കാരണം നമുക്കാർക്കും ഈ മുഖം മൂടിയിട്ട് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ. ഇപ്പോൾ സിസ്റ്ററെ, ബ്രദറെ, അല്ലേ? പക്ഷെ ഉള്ളിനകത്ത് നോക്ക്, നീ ഒരു വ്യക്തിയെ സിസ്റ്ററെ എന്ന് വിളിക്കുമ്പോൾ അത് പരിപൂർണമായിട്ടുള്ള വിളിയാണോ? നീ ഒരു പാസ്റ്ററെ എന്ന് വിളിക്കുമ്പോൾ, പാസ്റ്റർ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ അതൊക്കെ ഉള്ളിനകത്ത് നിന്നുള്ള സ്നേഹമാണെന്ന് ചിന്തിക്കുക. കാരണം നീ സുവിശേഷകനാണ്. നിൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വാ പ്രസ്താവിക്കണം. ഒക്കെ ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്ത് ഭാരം ഉണ്ടെങ്കിലും യേശുവിനല്ലാതെ നിന്നെ വിടിവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ സ്ത്രീ തൻ്റെ കാൽക്കൽ വീണ് കരയുക. അവർ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ആ കണ്ണുനീരിൻ്റെ പവർ അവരുടെ പാപത്തെ പോക്കി മാറ്റിയെങ്കിൽ നീ ഇപ്പോൾ ഒരു പടി പ്രാർത്ഥിച്ച് മേളിൽ നിൽപ്പുണ്ട്, 5 പടി നീ താഴെ വീഴും. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. സാത്താന് ചിന്തയിൽ ഇടം കൊടുക്കരുത്. ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. നിന്നെ സുവിശേഷത്തിന് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ സുവിശേഷം പറയണം, പ്രസംഗിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് ഇത് മറ്റത് മറിച്ചത് പറഞ്ഞ് മണ്ടേ കയറ്റി അവനെ വേറൊരു രീതിയാക്കി കളയരുത്. നീ നല്ലവനോ ബാക്കിയുള്ളൊരു ചീത്തയാവും. പഴി മൊത്തം അങ്ങനെയായി. പക്ഷേ യേശു പറയുന്നു നിൻ്റെ തെറ്റ്
ശീമോനെ, നീ എൻ്റെ വീട്ടിൽ വിളിച്ചു, നിൻ്റെ വീട്ടിൽ എന്നെ വിളിച്ചു, പക്ഷെ നീ എന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തേ? ശ്രദ്ധിക്കേ, ഹൃദയം അറിയുന്നൊരു യേശുവുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.